തമാശകൾ കൊണ്ട് മലയാളികളുടെ ഹൃദയം കീഴടക്കിയ നമ്മുടെ സ്വന്തം പിഷാരടി ചേട്ടനാണ് നമ്മളോടൊപ്പം. വെൽക്കം ചേട്ടാ. നമസ്കാരം. ഫണ്ട്സ് അപ്പോൺ എ ടൈം എന്ന ഒറ്റ പരിപാടി കൊണ്ട് ഒത്തിരി കലാകാരെ കൊണ്ടുവന്നിട്ടുണ്ട് കേരളത്തിൽ. അപ്പോൾ ഇങ്ങനെ ഒരു ഉണ്ടാകാനുള്ള മോട്ടിവേഷൻ എന്താണ്? ഒത്തിരി കലാകാരന്മാരെ നല്ല ഈ കല ചെയ്യുന്നത് കുറവായിരുന്നു. നമ്മൾ സ്റ്റാൻഡപ്പ് ചെയ്യുന്നവർ നമുക്ക് മലയാളത്തിൽ വളരെ കുറവായിരുന്നു, കിട്ടാൻ പാടായിരുന്നു. ആർട്ട് ഫോം തന്നെ ഒരു അപരിചിതത്വം ഉണ്ടായിരുന്നു മലയാളിക്ക് തന്നെ അതിനോട്. കോവിഡിൻ്റെ ഒരു സമയം വന്നപ്പം സ്വാഭാവികമായിട്ടും സദസ്സുകൾ ചെറുതാകും എന്നുള്ളൊരു ബോധ്യമുണ്ടായിരുന്നു. സദസ്സുകൾ ചെറുതാകുകയും ഇതിലോട്ട് സ്പെൻഡ് ചെയ്യാനുള്ള സാധ്യതകൾ കുറവാകും എന്നുള്ളത് തോന്നി. അപ്പം ചെറിയ സദസ്സ്, ചെറിയ പരിപാടികൾ എന്നുള്ളത് വരാനുള്ള സാധ്യത ഉണ്ടെന്ന് തോന്നി. അങ്ങനെയാണ് അമൃതയുമായിട്ട് എൻ്റെ പ്രൊഡക്ഷൻ കമ്പനി ഫണ്ട്സ് അപ്പോൺ എ ടൈമിനെ പറ്റി സംസാരിക്കുന്നത്. വളരെ യാദൃശ്ചികമായിട്ട് ചാനലും ഒരു സ്റ്റാൻഡപ്പ് കോമഡി ഷോ ചെയ്യുന്നതിനെ പറ്റിയുള്ള ആലോചനയിലായിരുന്നു ആ സമയം. ആകെയുള്ളത് പല ചാനലുകളും മുൻപും ഒക്കെ ഇങ്ങനെ ഒരു പരിപാടി തുടങ്ങുന്നതിനെ പറ്റി ആലോചിച്ചെങ്കിലും ആർട്ടിസ്റ്റുകളെ കിട്ടാതെ നിന്നുപോയതാണ്. ആർട്ടിസ്റ്റുകളെ കിട്ടുന്നില്ല. നമ്മുടെ ഇവിടെ മിമിക്രിക്കൊരു 45 കൊല്ലത്തെ പഴക്കമുണ്ട്. അത്രയും എസ്റ്റാബ്ലിഷ്ഡ് ആയിട്ട് മിമിക്രി പോലൊരു കല നിൽക്കുന്നത് കൊണ്ട് ഹ്യൂമറും അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളുമൊക്കെ മിമിക്സ് പരേഡും മിമിക്രിയും ഒക്കെ ആയിട്ടാണ് നിൽക്കുന്നത്. അപ്പോൾ അതിന് കിട്ടാൻ പാടായിരുന്നു. അപ്പം ഞാൻ മാത്രമല്ല, നമ്മുടെ അമൃത ചാനലിൻ്റെ ഒരു ഇനീഷ്യേറ്റീവും കൂടി അതിനകത്തുണ്ട്. കാരണം റിസ്ക് സാധ്യത കൂടുതല. നമ്മൾക്ക് ഇതിന് തുടങ്ങി എത്ര എപ്പിസോഡ് ചെയ്യാൻ പറ്റും, എങ്ങനെ കൊണ്ടുപോകാൻ പറ്റുന്നൊന്നും അന്ന് അറിയില്ലായിരുന്നല്ലോ. പക്ഷേ തുടങ്ങി ഇപ്പോൾ 4 സീസണായിട്ട് ഇഷ്ടം പോലെ ആൾക്കാരെ കിട്ടിയിട്ടുണ്ട്. നമ്മളാണ് ഒരു ഗ്രൂമിങ് സെൻറ്റർ. ഇവിടെ ചെയ്ത ആൾക്കാർ പിന്നെ ഇവിടുന്ന് ഒരുപാട് പരിപാടികളിലോട്ടും ചാനലുകളിലോട്ടും ഒക്കെ പോകുന്നുമുണ്ട്. വിഷു ഒക്കെ അല്ല, അപ്പോൾ ഈ കുട്ടിക്കാലത്തായാലും ഇപ്പോൾ ആയാലും എപ്പോഴും മറക്കാൻ പറ്റാത്ത ഭയങ്കര രസകരമായിട്ടുള്ള ഒരു വിഷു മൊമെന്റ് ഏതാ? ചെറുപ്പത്തിൽ ലാഭവും വളരുമ്പോൾ നഷ്ടമുള്ളൊരു ആഘോഷമാണ് വിഷു. ചെറുപ്പത്തിൽ 1 രൂപ 2 രൂപയൊക്കെ വിഷുക്ക് നേട്ടം കിട്ടും. ഇപ്പം 500 100 ഒക്കെ കൊടുക്കണം. അതാണ് നഷ്ടമാണല്ലേ? കൊടുക്കണം, പിള്ളേർക്ക് കൊടുക്കണം. പിന്നെ അന്ന് 1 രൂപ വെച്ച് 5-6 പിള്ളേരുണ്ടായിരുന്നു. ഇപ്പം 5 രൂപ വെച്ച് 2 പിള്ളേരെ ഉള്ളൂ എന്നൊരു സമ്മാനം കണക്കൊക്കെ എല്ലാം സെയിം ആണ്. മലയാളികളുടെ സ്വന്തം ആളായിട്ടാണ് ചേട്ടൻ വളർന്നു വന്നത്. ചേട്ടൻ്റെ കോമഡികളെല്ലാം എല്ലാവരും അവരുടെ ഹൃദയങ്ങളിൽ സ്വീകരിച്ചു. ഒരു ഇപ്പോൾ പുതുതായിട്ട് വരുന്ന ഒരു സ്റ്റാൻഡപ്പ് കോമഡിനായാലും ഈ ഒരു ആർട്ടിസ്റ്റിന് ചേട്ടൻ പറയാൻ പറ്റുന്ന എങ്ങനെ ആവാൻ വേണ്ടി എങ്ങനെ ആവണമെന്ന് പറയുന്നത്. എൻ്റെ ഒരു കാര്യം എന്ന് പറയുന്നത്, ഞങ്ങൾ വരുമ്പം ടെലിവിഷനാണ് മെയിൻ. ടെലിവിഷൻ എല്ലാ വീടിൻ്റെയും ഏറ്റവും പ്രൈം സ്പോട്ടിലിരിക്കുന്ന ഒരു സാധനമാണ്. നിങ്ങൾ എല്ലാ വീട്ടിൽ പോലും ഇറയത്ത് കയറുന്നിടത്ത് തന്നെ ഏറ്റവും പ്രൈം സ്പോട്ടിലിരിക്കുന്ന ഒരു സാധനമാണ് ടെലിവിഷൻ. എല്ലാവരും ടെലിവിഷൻ ഒന്നിച്ചിരുന്ന് കാണുമായിരുന്നു. TV ഒന്നല്ലേ ഉള്ളൂ വീട്ടിലുള്ളൂ. അപ്പോൾ ഒരു 6 പേര് 5 പേര് 4 പേരൊക്കെ അടങ്ങുന്ന കുടുംബം നമ്മൾ ചെയ്ത പരിപാടികൾ അവരുടെ സന്ധ്യ സമയത്ത് ഒന്നിച്ചിരുന്ന് കണ്ടുകൊണ്ടിരുന്ന ഒരു സമയമുണ്ടായിരുന്നു. മൊബൈൽ അങ്ങനെയല്ലല്ലോ. ഓരോരുത്തരും അവനവൻ്റെ മൊബൈലുമായിട്ട് ഓരോ സ്ഥലങ്ങളിലിരിക്കുകയാണ്. അപ്പോൾ TV അവരുടെ വീടുകളിൽ ഒന്നിച്ചിരുന്ന് കാണുന്ന സ്ഥലങ്ങളിൽ ഒന്നിച്ചിരുന്ന് കാണാൻ പറ്റിയ കാര്യങ്ങൾ അവതരിപ്പിക്കുന്ന രീതിയിലായിരുന്നു TV-യിലുണ്ടായിരുന്നത്. നമ്മളോട് പരിചയം ഉണ്ടാവുമല്ലോ TV കണ്ട്. ആ പരിചയം അവരുടെ വീടിനുള്ളിൽ അവരുടെ ഇറയത്ത് വരെ എത്തുന്ന ഒരാളെന്നുള്ള നിലയിൽ അതിനോട് ആളുകൾക്കൊരു സ്നേഹം ഉണ്ടാവും. പിന്നെ TV-യെ സംബന്ധിച്ചിടത്തോളം ആർട്ട് തന്നെ വേണമായിരുന്നു, കണ്ടൻറ്റ് പോരായിരുന്നു. എല്ലാ ആർട്ടും കണ്ടൻറ്റാണ്, പക്ഷേ എല്ലാ കണ്ടൻറ്റും ആർട്ടല്ല. അത് നിങ്ങൾ ഡിജിറ്റൽ സ്പേസിലൊന്ന് കയറി സെർച്ച് ചെയ്താലറിയാം. 2 ആളുകൾ തമ്മിലുണ്ടാകുന്ന വഴക്ക്, അല്ലെങ്കിൽ ഏതെങ്കിലും റിയാലിറ്റി ഷോയിൽ ഒരാളെ പറ്റി വേറൊരാൾ പറയുന്നു, ഒരാളെ പറ്റി മറ്റൊരാൾ പറയുന്നു, അവർ തമ്മിലുള്ള പ്രശ്നം, ഇവർ തമ്മിലുള്ള പ്രശ്നം, ആനയടഞ്ഞതിൻ്റെ വീഡിയോ ആയിക്കോട്ടെ, എന്തോ ആയിക്കോട്ടെ, നമ്മൾ കാണുന്ന എന്ത് വിഷ്വലും ഡിജിറ്റലിന് കണ്ടൻറ്റാണ്. നമുക്കങ്ങനെ എന്തെങ്കിലും കാണിച്ചും അങ്ങനെ ഒന്നും രക്ഷപ്പെടാനുള്ള അവസരങ്ങളില്ലായിരുന്നു. പിന്നെ ഞാൻ എൻ്റെ കൂടെ ഏറ്റവും കൂടുതൽ പരിപാടികൾ ചെയ്തിട്ടുള്ള ധർമ്മനോടൊക്കെ ഞാൻ പറയുമായിരുന്നു, നമ്മുടെ പരിപാടി ഒരു ടാർഗറ്റഡ് ഓഡിയൻസ് പാടില്ല. നമ്മൾ വലിയ ഒരു ബാങ്കിൽ പോയാൽ അവിടുത്തെ ഒരു മാനേജർ നമ്മളെ കണ്ടാൽ കാണാറുണ്ടെന്ന് പറയണം. നമ്മൾ വളരെ ഗ്രൗണ്ട് ലെവലിൽ ജോലി ചെയ്യുന്ന ഒരാളോട് നമ്മളെ കണ്ടാലും അവരും നമ്മളെ കാണാറുണ്ടെന്ന് പറയുന്ന രീതിയിൽ അത് മിക്സ് ചെയ്ത് എല്ലാ തരക്കാർക്കും മനസ്സിലാകുന്ന കോമൺ ഹ്യൂമൻ പ്രോബ്ലംസ് ആയിരിക്കണം നമ്മൾ ഹ്യൂമർ പറയുന്നതെന്നൊക്കെ കുറച്ച് ബോധപൂർവ്വം വന്ന് ശ്രമിച്ചിട്ടും ചെയ്തിട്ടുമുണ്ട്. അതുകൊണ്ടാണ് ഇന്ന് തോന്നുന്നു. അപ്പം വരുന്ന ആർട്ടിസ്റ്റുകളോട് ചേട്ടൻ എന്താ പറയാനുള്ളത്? ഇങ്ങനെ ആവണമെന്നാണോ? ഇങ്ങനെ ആകണമെന്ന് പറയാൻ പറ്റില്ല. മീഡിയം മാറിയല്ലോ. ഈ ലോഞ്ചിവിറ്റിയുടെ പ്രശ്നമുണ്ട്. ഇപ്പം നമുക്ക് പ്രശസ്തനാകാൻ നമ്മൾ ചിലപ്പോൾ എവിടെയെങ്കിലും നിന്നൊരു ഒറ്റ റീൽ ചെയ്താൽ മതി. ഒരു റീലിൻ്റെ ദൈർഘ്യം 1.5 മിനിറ്റാണ്, അല്ല 2 മിനിറ്റ് വെച്ചു. ഒരു 2 മിനിറ്റിൻ്റെ ഒരു ഒറ്റ റീൽ ചെയ്താൽ നിങ്ങൾക്കൊരു 10 ലക്ഷം പേര് കാണും. നമ്മൾ വളരെ പോപ്പുലറാവും. പോപ്പുലറായ നമ്മളെയും ചുമന്നുകൊണ്ട് എല്ലാ TV പരിപാടിയിലും അവിടെ ഇവിടെയൊക്കെ നമ്മളെ കൊണ്ടുപോകും, വിളിക്കും. അപ്പം ലോഞ്ചിവിറ്റിയാണ് പ്രശ്നം. ഞാനിത് എൻ്റെ 23ാമത്തെ വർഷമാണ്. അപ്പം ഡിജിറ്റലിൻ്റെ സ്പേസിലൊക്കെ വരുന്നവരോട് പറയാനുള്ളത്, ഈ പറഞ്ഞ ലോഞ്ചിവിറ്റിക്ക് വേണ്ടി, ദീർഘായുസ് എന്ന് പറയുമല്ലോ നമ്മൾ, അതിനു വേണ്ടി ഉള്ള ശ്രമം വേണം. മാധ്യമങ്ങൾ വന്നുകൊണ്ടിരിക്കും, കലാകാരന്മാരും കലാപ്രകടനങ്ങളും തുടർന്നുകൊണ്ടേയിരിക്കും. നമ്മൾ പരമാവധി ആളുകൾക്ക് അവസരം കിട്ടുന്ന രീതിയിൽ ഈ പരിപാടി ഒരുക്കാൻ സഹായിച്ച അമൃത TVക്കും ഡിജിറ്റൽ ടീമിനും ഒക്കെ എൻ്റെയും ആശംസകൾ. നന്ദി.